ആരാണ് നിങ്ങളുടെ പാൻറ് ചെക്ക് ചെയ്യാൻ വരും? അല്ല നിങ്ങളുടെ പാവാട പൊക്കി നോക്കാൻ ആരെങ്കിലും വരുമോ? നിങ്ങളുടെ അണ്ടർ ദ പാൻറ് എന്താണ് നമുക്ക് ആർക്കും അറിയില്ല. നിങ്ങളതിനെ വെളിപ്പെടുത്തി കാണിക്കാനും നിങ്ങൾ 10 പേരെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് ചെയ്യാൻ പോയാലല്ലേ ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത് പറയേണ്ട ആവശ്യമില്ലോ. ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്നുമല്ല ഈ ബ്രസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് സങ്കടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് തൊട്ടിട്ട് തന്നെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരുണ്ട്. വീട്ടിൽ ഭാര്യയുണ്ട്, വെളിയിൽ വന്നിട്ട് മറ്റെല്ലാ ആണുങ്ങളോട് കളിക്കുന്നുണ്ട്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? സ്വന്തം ഭാര്യേനെ പറ്റിക്കുന്നു. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ആണുങ്ങളുടെ കൂടെ കിടന്നിട്ട് വരുന്നതിലും വെറൈറ്റീസ് പറയണ കേട്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാം. ജാസി എന്ന പേരിൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. സോറി, ഹി ഈസ് നോട്ട് എ ഇൻഫ്ലുവൻസർ. എങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറയും? കുറേ ആൾക്കാർ നിങ്ങളുടെ മേലെ വന്ന് വീഴണു എന്നും പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ അവർ ഇൻഫ്ലുവൻസർ ആക്കാൻ പറ്റും? അപ്പോൾ ട്രൂ ഇൻഫ്ലുവൻസർ ആരാണ്? ആണിനെ പോലെ രൂപമൊക്കെ ഉണ്ടാവും, ചെയ്യുന്നത് കൊണ്ടൻ്റെ വേല. അപ്പോൾ അവരെങ്ങനെ ആണായി? ലൈം ലൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ ഇന്ന് അവിടെ നിന്നിട്ട് പിന്നെ അഴിച്ചിട്ടിട്ട് ഡാൻസ് കളിക്കണോ, ഇട്ടിട്ട് ഡാൻസ് കളിക്കണോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ദിവസം ടോയ്ലറ്റ് പോണതും എല്ലാം നമ്മൾ പോയിട്ട് വിളിച്ച് പറയുന്നുണ്ടോ എല്ലാവരുടെ അടുത്തും? ഇന്ന് എനിക്ക് ബ്ലൂ കളറാണെന്ന്, ഗ്രീൻ കളറാണെന്ന്, റെഡ് കളറാണ് നമ്മുടെ ഷിറ്റ് പോയെന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയുന്നു? ഈ കേരളത്തിൽ ഇത്രയും പഠിച്ചവരും എല്ലാവരും മുട്ടാളാണോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കാൻ? അവർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ മാത്രമാണല്ലോ അവരുടെ ജീവിതം പോകുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട, ജാനുമണി ഇപ്പോൾ ഇത്രയും നല്ലൊരു പേരെടുത്ത് ഒരു നിമിഷം കൊണ്ട് ആ പേര് പെട്ടെന്ന് തകർന്നു പോയി. എങ്ങനെ? മോദിയുടെ അമ്മേനെ കുറിച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അത് വലിയൊരു ടോപ്പിക്കായിട്ട് തെറ്റായിപ്പോയി. മാലിക അമ്മയ്ക്ക് നാണോ ഇല്ലേ ഇങ്ങനെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കാമെന്ന് എന്നോട് പറയും. ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലെ ചില പ്രവണതകൾക്കെതിരെ സംസാരിക്കുന്ന മല്ലിക പണിക്കരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ജാസി എന്ന പേരിൽ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് വരുമ്പോൾ സോറി, ഹി ഈസ് നോട്ട് എ ഇൻഫ്ലുവൻസർ. എങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറയും? ഇൻഫ്ലുവൻസിൻ്റെ മീനിങ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അവർ കൊടുക്കുന്ന കണ്ടന്റ് ഉപകാരമായിരിക്കണം, അല്ലേ? അവരാണ് ഇൻഫ്ലുവൻസർ. ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് നിറയെ ഫോളോവേഴ്സ് ഉണ്ട്, കുറേ ആൾക്കാർ നിങ്ങളുടെ മേലെ വന്ന് വീഴണു എന്നും പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ അവർ ഇൻഫ്ലുവൻസർ ആക്കാൻ പറ്റും? അപ്പോൾ ട്രൂ ഇൻഫ്ലുവൻസർ ആരാണ്? പോയിന്റ് അല്ലേ? അപ്പോൾ ഇത് പറയേണ്ടത് നമ്മൾ നിർത്തണം. ശരി, അവരുടെ പബ്ലിക് അപ്പിയറൻസ് വീഡിയോസിൽ അല്ലെങ്കിൽ അവർ പറയുന്ന കമൻസിലൂടെയൊക്കെ തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് വല്ലാത്ത ക്ഷത കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അതിന് ഭയങ്കര മോശം രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. ഇപ്പം ഏതൊരു ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു ഫോട്ടോ കണ്ടാലോ അല്ലെങ്കിൽ വീഡിയോ കണ്ടാലോ അവരെ ഒന്ന് വേദനിപ്പിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് ജാസി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും, പല പേരുകളും, അവർ തന്നെ സംസാരിച്ചിട്ടുള്ള പല സെൻറ്റൻസുകളൊക്കെയാണ്. ഇപ്പോൾ പ്രിയദർശിനി എന്ന് പറയുന്ന KSRTCയുടെ ഒരു പദ്ധതി വരുമ്പോൾ പറയുന്നത് ഞാൻ പകുതി പുരുഷനും പകുതി സ്ത്രീയാണ്, അപ്പോൾ എനിക്ക് പകുതി പൈസ മതിയല്ലോ എന്നൊക്കെ പറയുന്നത് ഒരു അവഹേളനമായിട്ടാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എടുക്കുന്നത്. ജാസിയുടെ വാക്കുകൾ അല്ലെങ്കിൽ ജാസിയുടെ പ്രവൃത്തികൾ എത്രമാത്രം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയെ നിലവിൽ? ഈ ഒരു ബാധിപ്പാണ് ഞാൻ എതിർക്കുന്നത്. എന്നെ പലവരും പറയും അവർ നല്ല സ്വഭാവമാണ്, അവർ ഭയങ്കര നല്ലവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മാലിക ഒരു പ്രാവശ്യം അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാലിക അവരോട് ഭയങ്കര ഫ്രണ്ടാവും, അങ്ങനെയാണെന്നൊക്കെ എന്നോട് പലവരും വന്ന് എന്നെ പറയും. മാലിക എന്തുകൊണ്ട് ഫ്രണ്ട് ആവുന്നില്ല, ഇങ്ങനെ പലവരും എന്തിനാണ് അവരെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവർ പോകുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനും കൂടി എനിക്ക് താല്പര്യമില്ല. ഇപ്പം കൂടി റീസെൻ്റായിട്ട് ഒരു ജൽസ നടന്നു, അതിൽ അവർ വരുന്നു എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എനിക്കും വരേണ്ട ഒരു ഇൻവിറ്റേഷൻ നല്ല കാലം കൊണ്ട് ഞാൻ വന്നില്ല. ആ ഒരു ഏറ്റുമുറ്റം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാണ്ടിരുന്നത് നന്നായി. എന്നാൽ അവരുടെ ഒക്കേഷനിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഒരു അസംബന്ധം കാണിച്ചാൽ അത് നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെയാണ് അതൊരു കെട്ടപ്പേര്, അല്ലേ? ലാസ്റ്റ് ഞാൻ കെട്ടവളാവും, അവർ നല്ലവരായിട്ട് പോവും. നമ്മളെന്തോ കണ്ടില്ലേ, പിന്നെ ആരും അവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടല്ല സമരത്തിന് വന്നിട്ട് ഒടുവിൽ എല്ലാവരും അവരെ അടിക്കാനും തിരിക്കാനൊക്കെ പോയപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ നമുക്ക് എഗൻസ്റ്റാണ്, അങ്ങനെയാണ്. സോ എപ്പോഴും കമ്മ്യൂണിറ്റി വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ കൂടെ നിൽക്കാനും കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ആലോചിക്കാനും അവർക്ക് എന്ത് ദോഷം വരുന്നുണ്ട്, അവർക്ക് എന്ത് നല്ലത് വരുന്നുണ്ട് ആലോചിച്ചിട്ട് വേണം ഇവരുടെ പ്രവർത്തി. അവർക്ക് അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ മാത്രമാണല്ലോ അവരുടെ ജീവിതം പോകുന്നത്.
അപ്പോൾ ഇപ്പം തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങൾ എടുത്ത് പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ അവരെ വാർത്ത ചോദിക്കുന്ന സമയത്ത് എപ്പോഴും ചോദിക്കുന്ന മാലികയ്ക്ക് അവരല്ലാണ്ട് വേറെ ടോപ്പിക് ഇല്ലേ എന്ന് എൻ്റെ അടുത്ത് അവർ പറയുന്നത് ഞാൻ ഇവരെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ട് തന്നെയല്ലേ നമ്മൾക്ക് അവരെ കുറിച്ചിട്ട് ഇപ്പോൾ ഒന്നും വേണ്ട ജാനുമണി ഇപ്പൊ ഇത്രയും നല്ലൊരു പേരെടുത്ത് ഒരു നിമിഷം കൊണ്ട് ആ പേര് പെട്ടെന്ന് തകർന്നു പോയി. എങ്ങനെ? മോദിയുടെ അമ്മേനെ കുറിച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു, അത് വലിയൊരു ടോപ്പിക്കായിട്ട് തെറ്റായി പോയി. കണ്ടില്ലേ? അപ്പോൾ അതാ പറയണത്, കിട്ടുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതായിട്ട് അതിനെ മേലെ കൊണ്ടുപോകണം. അത് കിട്ടിയ ഉടനെ അതിനെ നമ്മൾ അഹങ്കരിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ എന്തായി ദേ കിടക്കുന്നു താഴത്ത്. സോ ഞാൻ പറയണത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അണ്ടർ ദ പാൻറ്, ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ അണ്ടർ ദ പാൻറ് എന്താണ് നമുക്ക് ആർക്കും അറിയില്ല, അല്ലേ? നിങ്ങളതിനെ വെളിപ്പെടുത്തി കാണിക്കാനും നിങ്ങൾ 10 പേരെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാനും അത് ചെയ്യാൻ പോയാലല്ലേ ആൾക്കാർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ക്യൂരിയോസിറ്റിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളത് പറയേണ്ട ആവശ്യമില്ലോ. സോ ആൻഡ് സോ ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്ന് നിങ്ങളത് കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ പാൻറ് ചെക്ക് ചെയ്യാൻ വരുന്നത്? അല്ല നിങ്ങളുടെ പാവാട പൊക്കി നോക്കാൻ ആരെങ്കിലും വരുമോ? ആരും വരില്ല. എന്തുകൊണ്ട് അത് ആരും മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ നിങ്ങൾ പൊക്കിഷമായിട്ട് എടുത്തു വെക്കേണ്ടത്, അതിനെ പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ദിവസം ടോയ്ലറ്റ് പോണതും എല്ലാം നമ്മൾ പോയിട്ട് വിളിച്ച് പറയുന്നുണ്ടോ എല്ലാവരുടെ അടുത്തും? ഇന്ന് എനിക്ക് ബ്ലൂ കളറാണെന്ന്, ഗ്രീൻ കളറാണെന്ന്, റെഡ് കളറാണ് നമ്മുടെ ഷിറ്റ് പോയിന്ന് എന്നൊക്കെ നമ്മൾ ആരോടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നോബഡി ഈസ് ഇൻട്രസ്റ്റഡ്. പക്ഷേ ഇത് പബ്ലിക്കിനെ എന്തോ നമ്മൾ പുതിയ അറിവുകൾ കൊടുക്കാൻ മാതിരി വിചാരിച്ചിട്ട് പലതിലും ഇങ്ങനെ, അതാ പറയണേ, എല്ലാത്തിലും വ്യാഖ്യാനം കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ഫസ്റ്റ് വന്നിട്ട് വാക്കിലൊരു ശുദ്ധം വേണം. ഒരാളുടെ പേര് പറയാൻ അറിയത്തില്ല, ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ശരിക്കും പറയാൻ അറിയില്ല. എല്ലാവരും ഈ കേരളത്തിൽ ഇത്രയും പഠിച്ചവരും എല്ലാവരും മുട്ടാളാണോ? ആർ ദി ഫൂൾസ്? നിങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കാൻ? അത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് മോസ്റ്റ്ലി എന്താ എല്ലാവരും വിചാരിക്കുന്നത്? നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാം ഇങ്ങനെയാണ്. എന്താ പറഞ്ഞാൽ മോസ്റ്റ്ലി കാണുന്നവരെല്ലാവരും അവരെയാണ്, അല്ലേ? അപ്പം നമ്മളെല്ലാം ഈ നല്ലത് ചെയ്യുന്ന ഞങ്ങൾ ആരും പുറത്ത് വരുന്നില്ല. ലൈം ലൈറ്റിലുള്ളവരവരാണ്. ലൈം ലൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ ഇന്ന് അവിടെ നിന്നിട്ട് പിന്നെ അഴിച്ചിട്ടിട്ട് ഡാൻസ് കളിക്കണോ, ഇട്ടിട്ട് ഡാൻസ് കളിക്കണോ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഈ പറഞ്ഞ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ പിന്നെ ജാസിനെ കുറിച്ചിട്ട് ഒരുപാട് ട്രോൾ ചെയ്ത ഒരാളാണ് ബൈജു, അല്ലേ? ഒരു ട്രോള്. അവരൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടും നമ്മൾക്ക് പല കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്, അതൊക്കെ പറയാം നമുക്ക്. ബട്ട് കണ്ടന്റ് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന് തെരിയും സെറ്റും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇതുപോലെ ജാസിയുടെ പല കാര്യങ്ങളും എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് അവർ തമ്മിൽ തന്നെ ഒരു ഇതില്ല. പക്ഷെ രണ്ടുപേരും കൂട്ടിമുട്ടാനുള്ള ഒരു ഒക്കേഷൻ വന്നപ്പോൾ അവിടെ മീഡിയക്കാരനെയാണ് വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച ആവശ്യമില്ലാണ്ട് അവരെ ബൂസ്റ്റ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ സോ കോൾഡ് എനിക്കറിയാൻ വന്നത്, ജാസിക്ക് വന്നിട്ട് പെയ്ഡ് മീഡിയ പീപ്പിൾ ഉണ്ട്, അങ്ങോട്ട് പേ ചെയ്യും. എന്താ പറഞ്ഞാൽ താൻ പോകുന്ന സമയത്ത് ആ ഒരു ഇനോഗ്രലിന് പോയാൽ നല്ല പൈസ വാങ്ങും. ആ പൈസയിൽ നിന്ന് ഒരു ഓഹരി ഇവർക്ക് കൊടുക്കുന്ന ഞാൻ വിചാരിക്കണത്, എനിക്കറിയില്ല. ചിലവർ പറയുന്നത് ഏറ്റവും ഭയങ്കര പിഷ്കത്തിയാണെന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മളത് ഓരോരുത്തരുടെ പേഴ്സണലാണ്, നമ്മളതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ ഒരാൾക്കാരെ നമ്മൾ പിന്നെ എന്താ പറയുക, ക്രിമിനലി പുട്ടിങ് ഐഡിയാസ്, ഇതൊക്കെ ക്രിമിനൽ മൈൻഡഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർ ആരും ഇങ്ങനെ തിങ്ക് ചെയ്യില്ല. ഇതൊക്കെ ഒരു ക്രിമിനൽ മൈൻഡഡ് ആണ്. എന്താ പറഞ്ഞാൽ ദുബായിൽ ഇരുന്നിട്ടും അവിടെ വന്ന് ജീവിക്കാൻ പറ്റാണ്ട് അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുബായ് പോലൊരു നാട്ടിൽ നിന്ന് ഒരാൾ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. താൻ ചെയ്യുന്ന പ്രവൃത്തി, അവരുടെ റൂൾസ് റെഗുലേഷൻ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് 30 വർഷം ജീവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ മാലികയായി മാറാനും എനിക്ക് അതിൻ്റെയുള്ള എല്ലാ അംഗീകാരം കിട്ടിയിട്ട് ഞാൻ ഇന്ന് ലോകത്തിൽ എന്നെ എവിടെയും പോവുകയാണെങ്കിൽ, നിങ്ങൾക്കൊന്നും അറിയോ, ഞങ്ങളുടെ ട്രാൻസിഷൻ ഏതൊരു ലോകത്തിലും, ഏതൊരു കൺട്രിയിലും, ഏതൊരു ഇമിഗ്രേഷനിലും അവരെന്നെ നീ
അങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കാനുള്ള അധികാരം അവർക്കില്ല. ഓക്കെ. എൻ്റെ പാസ്പോർട്ടിൽ പെണ്ണാണെങ്കിൽ ഞാൻ പെണ്ണാണ്. നീ ഒരു പ്രീവിയസിൽ ഇതായിരുന്നു എന്ന് അങ്ങനെ ഒരു വാർത്ത അവർ ചോദിക്കാൻ പാടില്ല. നമ്മുടെ ബാക്കിലേക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ജീവിതം എന്താണെന്ന് അറിയാനുണ്ടെങ്കിൽ അത് നമ്മളൊരു ഒഫൻസ് ചെയ്യണം ഒരു കൺട്രിയിൽ പോയിട്ട്. അപ്പോൾ അവിടെയുള്ള ഗവൺമെൻറ്റാണ് നമ്മളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ അവരെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പാടുന്നല്ലാണ്ട് ഞാൻ എന്തായി മാറി എന്നുള്ളത് ലോകത്തിലേക്ക് നമ്മുടെ കൺട്രിയിൽ നിന്ന് ഒരാളും അത് വെളിയിൽ പറയില്ല, ഒഫീഷ്യലായിട്ട് പറയാൻ പാടില്ല. എൻ്റെ ലൈഫിൻ്റെ സീക്രസി അവർ അത്രയും മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ ഹോസ്പിറ്റലിൽ പോയാലും എനിക്ക് പെണ്ണിൻ്റെ അതേ ട്രീറ്റ്മെൻറ്റാണ്. കല്യാണം ചെയ്യണമെങ്കിലും അവിടെ എങ്ങനെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കും അതുപോലെ തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കേണ്ടത്. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മാറിയത്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം എപ്പോൾ എൻ്റെ ID കാർഡ് മാറിയോ അവരെന്നെ എല്ലാം മാറ്റി. ബാങ്കിൽ ഞാൻ കൊണ്ടുപോയി എൻ്റെ ID കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ മാറ്റും. നീ എന്തായിരുന്നു എന്ന് അവരെന്നെ ഒരു ചോദ്യം ചോദിക്കില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റി കഴിഞ്ഞു. സോ അവിടെ ചോദ്യങ്ങളില്ല, എല്ലാം ഭയങ്കര മര്യാദയാണ്. ആ മര്യാദയാണ് ഞാൻ ഇവിടേക്ക് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവരുമെന്ന് പറയണത്. ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. സോ ഗവൺമെൻറ് എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾ നല്ലത് ചെയ്താൽ എങ്ങനെയാണ്, അതിൻ്റെ തെറ്റായിട്ടുള്ള വഴികൾക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്നും കൂടി ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ചിട്ട് പല തെറ്റിദ്ധാരണകളും അതിനെ ഒന്ന് കറക്റ്റായിട്ട് ഗവൺമെൻറ് ഒരുപാട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് റിസർച്ച് ചെയ്ത് എന്നിട്ട് വേണം ആ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം എന്തോ തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് ഒരു പെർമിഷൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലെ ലൂസ് പോളുകളൊക്കെ എടുത്ത ആൾക്കാർ പലതും ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ അവരതിനെ മാറ്റി ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുന്നും അവരിങ്ങനെ കറക്റ്റ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ നല്ല റോഡ് ഇട്ടാൽ ആ റോഡ് പൂർണ്ണമായിട്ട് കുറേ കൊല്ലത്തേക്ക് പോകും. അതിൻ്റെ ബേസ് നന്നായിരിക്കണം. ഇത് ശരിക്കുള്ള മെറ്റീരിയലും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ലെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം പൊടിയാവില്ലേ. അതുപോലെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും അവരതിനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് അവരെടുത്തിടുന്നത്. അങ്ങനെ പാടില്ല. മറ്റുള്ള എവിടെയൊക്കെ എങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഇതിലിനൊരു മാറ്റം വരില്ല. അപ്പോൾ എനിക്ക് ഇത്രയും അറിയും, അതുകൊണ്ട് ഞാൻ സ്കൂൾസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നിർത്തി. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അവിടെയുള്ള സ്കൂളിലൊക്കെ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വന്നിട്ട് ഇപ്പോഴുള്ള നിലവാരത്തിൽ ഇപ്പോഴുള്ള ജെൻസി അതിൻ്റെ അടുത്ത തലമുറയുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം അപ്പം തന്നെ. ദാറ്റ് ഈസ് കുട്ടികളുടെ അടുത്ത് ഐ എം എ ഗേ, സോ ഡോണ്ട് ട്രബിൾ മീ, ഞാൻ ലെസ്ബിയനാണ്, സോ അതുകൊണ്ട് എന്നെ നിങ്ങളാരും ഒന്നും ഇതാവും. സോ അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടാൻ തുടങ്ങി. ദാറ്റ് ഈസ് അവരാരും അവഹേളിക്കുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരെ പിക്ക് പോയിന്റ് ഇല്ല, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം മുഴുവനും കിട്ടി. പക്ഷേ ഇപ്പം ഞാനൊരാൾ അവിടെ പോയി ഡാൻസ് ടീച്ചറാണ്, ഞാൻ പഠിപ്പിക്കാൻ അവിടെ പോയി, ഏതെങ്കിലും ഒരു പാരൻറ്റ് ആ കുട്ടിക്ക് ഞാനായിരുന്നത് കൊണ്ടാണ് അവരങ്ങനെ ആയി എന്ന് എന്തെങ്കിലും ഒന്ന് എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. സോ പറയുന്നത് നമ്മൾ ആരെയും ഇൻസ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങളായത് നിങ്ങളുടെ അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് മാലികന് സംശയമാണ്, ആണോ അല്ലേ, ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ഇത്രയും വിസിബിലിറ്റി വന്നതുകൊണ്ടാണ് എന്നെ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാനും അത് മനസ്സിലാക്കാനും, ബിക്കോസ് ഓഫ് ദി ഹൈറ്റ് ആൻഡ് എവറിത്തിങ് പീപ്പിൾ ആർ പറയാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ അങ്ങനെ ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു 2 വർഷമായിട്ടാണ് ഇത് കൂടുതൽ മോശമായത്. ഇതിനു മുമ്പ് പല കലക്കി എല്ലാം മറഞ്ഞ് ഒരു സമാധാനത്തിലിരുന്നതാ. അതിനെ സോ കോൾഡ് നിങ്ങൾ പറഞ്ഞ ആ ഒരു വ്യക്തി കൊണ്ടാണ് ഇവിടുത്തെ എല്ലാവരുടെയും ജീവിതം തകരാൻ തുടങ്ങിയത്. എന്താണ് കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അവരുടെ ഓൺ കമ്മ്യൂണിറ്റിയാണ് അവരുടെ എഗെയിൻസ്റ്റ്. ഓക്കെ, അപ്പോൾ മതം സോ അവരുടെ പിന്നെ മതരീതിയിലുള്ള ആൾക്കാർക്കും അവർക്കും ഒക്കെ പല തെറ്റിദ്ധാരണകളും കാര്യങ്ങളും അവരുടെ റൂൾസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പലതൊക്കെ ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു അവരുടെ ആൾക്കാരുടെ അടുത്ത് കാണിക്കുന്ന ദേഷ്യം മൊത്തം ഞങ്ങളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലേക്ക് എടുത്തിടുകയാണ്. മനസ്സിലായോളൂ? അത് തെറ്റാണ്. ഞാൻ എല്ലാവരും പറയുന്നില്ല, പലവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും കൂടെയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും അവരുടെ ആ ഒരു സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എപ്പോഴും അവർ വിട്ടുകൊടുക്കില്ല. ആ ബ്ലെയിം എപ്പോഴും ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഇവിടെ മതരീതി കയ്യിൽ എടുത്തിട്ട് ഞാൻ പറയാനല്ല ഞാൻ പറയണത്. എനിക്ക് എല്ലാ മതവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൾട്ടി കൾച്ചറിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രൈം ടൈമിൽ ജീവിച്ചു വന്നതുകൊണ്ട് സിംഗപ്പൂർ ഒരു മൾട്ടി കൾച്ചറലാണ്. ഹിന്ദു, മുസ്ലിം, പിന്നെ ക്രിസ്ത്യൻ ആൻഡ് ബുദ്ധിസ്റ്റ് എല്ലാവരും ഒന്നിച്ചുണ്ടായും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടെ. അതേപോലെ തന്നെയാണ് ഇന്ത്യയും. പക്ഷേ ഇന്ത്യയിലത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് പറയാണ്ടിരിക്കണതാണ്. എന്താ പറയുക, ഇവിടെ അത് ഒരു അസ്ത്രമാക്കി വെച്ച് പൊളിറ്റിക്കൽസിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. അവിടെ അത് പറ്റില്ല. അവിടെ അത് പറ്റില്ല. നിങ്ങൾ മതരീതിയായിട്ട് നിങ്ങളെല്ലാവരും ഇന്ത്യൻസാണ്, നിങ്ങളെല്ലാവരും ചൈനീസാണ്, നിങ്ങളെല്ലാവരും മലയാണ്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് അവിടെ ജാതി ചോദിക്കില്ല. അയ്യോ ഇന്ത്യൻ, നിങ്ങളത് ഹിന്ദി ആവട്ടെ, മലയാളമാവട്ടെ, തമിഴാവട്ടെ, എല്ലാവരും ഇന്ത്യനാണ്. ഡാൻസിനെയും കൂടി നീ ഭരതനാട്യം ചെയ്തോ, കുച്ചിപ്പുടി ചെയ്തോ, കഥക്ക് ചെയ്തോ, എന്ത് ചെയ്താലും എല്ലാത്തിനും ഒരു പേര് ഇന്ത്യൻ ഡാൻസ്, ചൈനീസ് ഡാൻസ്, മലേ ഡാൻസ്, ഇത്രയേ ഉള്ളൂ. സോ അവിടെ ആർക്കും അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും പറയേണ്ട കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഹാൻഡിൽ ചെയ്യും. നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ പറയും, നിങ്ങളുടെ ആൾക്കാരും തന്നെ ഒത്തിച്ച് ചേർന്നിട്ട് നിങ്ങൾ അതിനെന്തൊരു പോം വഴി പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുമോ? മൊത്തമായിട്ട് എല്ലാവരെയും കൂടി ആക്ഷേപിക്കേണ്ട ആവശ്യം എന്താണ്? അല്ലേ? അത് തെറ്റല്ലേ? സോ അവരിൻ്റെ ആൾക്കാരിൻ്റെ ഉള്ളിൽ അവരാണ് അത് ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങളുടെ ആൾക്കാരുടെ ഉള്ളിൽ മോസ്റ്റ്ലി, ഇപ്പം ഞാനത് മതം എന്ന് പറയല്ല, നിങ്ങൾ എടുത്തു നോക്ക്, ഹിന്ദു മതത്തിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ചകളേ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ പറഞ്ഞാൽ എന്നെ BJP എന്ന് പറയും. ഞാൻ BJP ഒന്നും അല്ല. ഞാൻ ഒരു മതത്തിലും ഞാൻ നിൽക്കില്ല. ഞാൻ അഫ്കോഴ്സ് ഞാൻ ജനിച്ച മതം ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് ഞാൻ ചൂസ് ചെയ്തതല്ല, ഞാൻ പിറന്നതാണ്. സോ അത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അവിടെ എന്തുണ്ടോ അത് മെയിൻറ്റെയിൻ ചെയ്യൂ. അല്ലാണ്ട് ഞാൻ ആരെയും പോയി നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളുടെ അടുത്തേക്ക് പോകുന്ന അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും അവരവർ ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് പെണ്ണാവണം, പെണ്ണെന്ന് പറയുന്നതിന് മതമില്ല, കളറില്ല, ഒന്നുമില്ല. ജെൻഡർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ സോളാണ്. അതിൽ നമ്മൾ ഈ കൊണ്ടുവന്ന് ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്തുന്നത് കൊണ്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും ഉണ്ട് ഒരു വാർത്ത, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ വെറുപ്പിപ്പിക്കണം. എന്നിട്ട് അപ്പുറത്ത് പോയി അമ്പലത്തിൽ പോയി തൊഴാൻ നിൽക്കുക, വിഷുവിന് വേറെ മാതിരി നിൽക്കുക. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോയും കൂടി ഇട്ടു. ദേവികളുടെ ഫോട്ടോസ് എല്ലാം എടുത്ത്, ദേവികളുടെ ഇതെടുത്തിട്ട് തൻ്റെ മുഖം കൊണ്ടുവന്ന് വെച്ച് അതിന് ഇട്ടിട്ട് എല്ലാവരും എതിർക്കാൻ വന്ന ഉടനെ അത് മാറ്റി. എന്തിനങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്? നീ എങ്ങനെ ദൈവമാവാൻ നീ എന്തിനാ? അപ്പോൾ ഞാൻ പറയട്ടെ, നാളെ ഞാൻ മുഹമ്മദ് ആണെന്ന് പറഞ്ഞ് നിൽക്കാനോ അല്ലെങ്കിൽ ഞാൻ ജീസസ് ആണെന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നത് വേറെയാണ്. അതിന് വ്യാഖ്യാനം പറയുകയാണ്, സിനിമയിൽ എല്ലാവരും ആക്ട് ചെയ്യുന്നില്ലേ, അപ്പോൾ അവർക്ക് മമ്മൂട്ടി ആയാലും മമ്മൂട്ടി ഇതുപോലത്തെ റോൾസൊക്കെ എടുക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഇതിൽ ഒരു റോൾ എടുത്ത് ഞാൻ ചെയ്യണം. നീ റോൾ എടുത്ത് ചെയ്യാൻ എനിക്ക് അതിന് സിനിമയല്ലല്ലോ, അത് ജീവിതമാണല്ലോ. ജീവിതമല്ലേ.
അത് മാത്രമല്ല, മീഡിയ എന്ന് പറയുന്നതിൽ നിന്നെ സിനിമ പോലെ ടിക്കറ്റ് കൊടുത്തിട്ട് വരാനും ആൾക്കാർ ടിക്കറ്റ് പോലെ നിന്നെ ഒരു സ്റ്റാർ ലെവലിലേക്ക് നോക്കാനുള്ള, നീ ഒരു മീഡിയൻ്റെ ഉള്ളിലുള്ള ഒരാൾ സാധാരണ ജീവിതത്തിലാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തിനാണ് നമ്മൾ സിനിമ ആക്ടേഴ്സിനെ ഉപമിക്കുന്നത്? ആവശ്യമില്ല. അവർക്കത് അവരുടെ ഒരു ആർട്ടാണ്. അവിടെ നമുക്ക് ഇപ്പോൾ മമ്മൂട്ടിക്ക് വന്നിട്ട് ഞാൻ പിന്നെ ഈ റോള് ചെയ്യില്ല, ആ റോള് ചെയ്യില്ല, ഈ റോള് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നാഷണൽ അവാർഡും ഇന്ന് പത്മശ്രീയും പത്മഭൂഷണൊക്കെ കിട്ടിയത് എല്ലാം ചെയ്തത് കൊണ്ടാണ് കിട്ടണത്, അല്ലേ? തന്നെ മാറ്റാൻ പറ്റുന്ന അതുമല്ല, അവരെവിടെയാണ് ഇതുപോലെ മതവരി കാണിച്ചുകൊണ്ട് നടക്കുന്നത്? മോഹൻലാൽ ആവട്ടെ, മമ്മൂട്ടി ആവട്ടെ, ഏതൊരു ആക്ടർ ആവട്ടെ, ഏതൊരാൾക്കായിട്ടാവട്ടെ, എല്ലാത്തിലും ഉണ്ട് ആൾക്കാർ. അവരാരെങ്കിലും അയ്യോ എൻ്റെ പേര് എനിക്ക് പിന്നെ കൃഷ്ണൻ വെക്കാൻ പറ്റില്ല, എൻ്റെ പേര് വന്നിട്ട് ജോസഫ് എന്ന് വെക്കാൻ പറ്റില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടർ പറയൂ? അത് ഓരോരുത്തർ ചെയ്യുന്ന ക്യാരക്ടറാണ്. സോ അതിനെ കൊണ്ടുവന്ന് നമ്മൾ മീഡിയയിൽ പറഞ്ഞ് ഞാനിങ്ങനെ, അതുപോലെ ഈ ബസ്സിൻ്റെ കാര്യം എടുക്കണതിലും ആവട്ടെ, തൻ്റെ വസ്ത്രഭൂഷണങ്ങളിലും എല്ലാത്തിലും ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ വെറുപ്പിക്കുക. ആ വെറുപ്പ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ ഞങ്ങൾക്കും ഉണ്ട്. ഇതെന്തിനാ ഇങ്ങനത്തെ വിഡ്ഢിത്തരം? ഞങ്ങൾ പറഞ്ഞാലും കേട്ടാലല്ലേ ഒരാൾ നന്നാവണം വന്നിട്ട് നന്നാവില്ല. ഇപ്പം ജാനുമണിയുടെ കാര്യത്തിൽ ഒരു നിമിഷത്തിൽ ഒരു രാവിലെ എണീക്കുമ്പോൾ ഇതിന് പോയി സപ്പോർട്ട് ചെയ്തിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയി. ഒരു നിമിഷം കൊണ്ട് ഇവിടെ വന്ന് ചോദിച്ച ചോദ്യത്തിന് ശരിക്കുള്ള ആൻസർ പറയാൻ പറ്റാണ്ട് ഗ്രാഫ് എവിടെ പോയി? ഇപ്പോൾ പറഞ്ഞാൽ പറയും BJP-ക്കാരെ അറ്റാക്ക് ചെയ്യണം, അത് ചെയ്യണം. പക്ഷെ എന്തിന്? ഇപ്പം ഞാൻ തന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പോയിട്ട് ഇപ്പോൾ ഒരു പള്ളിയിൽ ഞാൻ ബുർക്ക ഇട്ടിട്ട് ഞാൻ പോയിട്ട് അവിടെ നിസ്കരിക്കാനോ എന്തിനെങ്കിലും ഞാൻ ഉള്ളിൽ കയറിയാൽ അവരെന്നെ വെറുതെ വിടുമോ? ഇല്ലല്ലോ. ഇത് ഞങ്ങൾ എത്ര കാര്യത്തിൽ ജാസീനെ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്? ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരെ? ഇല്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവിടുന്ന് അങ്ങനെയല്ല നമുക്ക് കിട്ടുക. അത് മനസ്സിലാക്കാൻ പറ്റാണ്ട് വെറുതെ മറ്റുള്ളവരെ വെറുപ്പിക്കേണ്ട ആവശ്യം എന്താണ്? അതുകൊണ്ട് എന്തായി, ഈ പറഞ്ഞ ബിജു അല്ലേ, ഞങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു വാർത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഭയങ്കരമായിട്ട് പറഞ്ഞാലും എനിക്ക് പറ്റത്തില്ല. അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് ഒരു ആക്ഷേപമില്ല, എനിക്ക് അവർ ഈ ചെയ്യുന്ന പ്രവർത്തികളെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പറയണ സിലിക്കോൺ വെച്ചാൽ നിങ്ങൾ പെണ്ണാവുമോ, അല്ല നിങ്ങൾ താഴത്തെ ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾ പെണ്ണാവുമോ എന്നുള്ള ഒരു വാർത്തകൾ അതിൽ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ടേക്ക്, ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ട് പെണ്ണാവണമെന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് മാത്രമായിട്ടൊന്നും അല്ല ഈ ബ്രസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. ഈ ബ്രസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷനും പിന്നെ ഈ പറഞ്ഞ എല്ലാം വന്നിട്ട് ആക്ച്വലി പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ താൻ ഭംഗിയായിരിക്കണം എന്നും പറഞ്ഞിട്ട് ഇന്ന് കോമൺ ലെവലിലേക്ക് എത്തി. എല്ലാ പെണ്ണുങ്ങളും തന്നെ ഭംഗിയായിട്ടിരിക്കണം. ബ്രസ്റ്റ് ഇല്ലെങ്കിൽ ബ്രസ്റ്റ് വയ്ക്കുന്നുണ്ട്, അവർ മുഖം ചേഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഇത് വെറും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സയൻസ് അല്ല. അത് മനസ്സിലാക്കണം. ഹോർമോൺസും കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഹോർമോൺസൊക്കെ ഉണ്ടാക്കിയത് സയൻസിൽ പിന്നെ നമുക്കൊക്കെ വന്നിട്ട് പിന്നെ മെനോപ്ലസ് വരും അല്ലേ? ആ സമയം തുടങ്ങി നമുക്ക് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കൊണ്ട് പെണ്ണുങ്ങൾക്ക് പല കാര്യങ്ങളും വരും അല്ലേ? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ഹോർമോൺസ് ഒക്കെ ഉണ്ടാക്കിയത്, അല്ലാണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഈ സയൻസിൻ്റെ ഉള്ളിൽ പലതും വന്നത് ഒരു ആൾക്കായിട്ട് മാത്രമായിട്ടല്ല അത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഉപകരിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് എടുക്കാനും ഞങ്ങൾക്ക് അതിനുള്ള ആ ഒരു പെൺമ കിട്ടാനും ആ ഒരു സ്കിൻ ടോൺ അതെല്ലാം അതുകൊണ്ടല്ലേ ഒരു യങ് ആയിട്ടുള്ള ഗേൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈസ്ട്രജൻ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവർ എല്ലാ സിസ്റ്റവും നന്നായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു പിന്നെ മരുന്നിൻ്റെ റിയാക്ഷൻ്റെ ഇതന്നെയാണ് ഞങ്ങൾക്കും കിട്ടുന്നത്. ഇന്നിപ്പോൾ എൻ്റെ സ്കിന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെയാവുന്നത് ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം. ഞങ്ങൾ എന്തോ പോയി ഭയങ്കര മായമന്ത്രം ചെയ്ത പോലെയാണ് ഇവരെല്ലാവരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊന്നും അല്ല, ഞാൻ മാത്രമൊന്നുമല്ല.
നിങ്ങൾ ടോപ്പ് ലെവൽ ഇപ്പോൾ നമുക്ക് വിസിബിലിറ്റി ആയിട്ട് ആരെ കാണുക, ആക്ടർ ആക്ട്രസസ് ഒക്കെ തന്നെയാണ്. ഇന്ന് മഞ്ജു വാര്യറിനെ എടുത്ത് നോക്കൂ, അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ മെയിൻറ്റെനൻസിന് എന്ത് ആവശ്യമുണ്ടോ അത് അവർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹീറോയിൻ റോളായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആൾക്കാർ നിങ്ങൾ കൊണ്ടുവരാനോ. ഇന്നിപ്പോൾ എല്ലാ ആക്ടർക്കും എല്ലാവർക്കും പൂർണ്ണമായിട്ട് മുടിയൊക്കെ ഉണ്ടാവും. അവർ ഓൾഡ് ആവുന്ന സമയത്ത് എല്ലാവർക്കും മുടി പോകുന്ന പോലെ എല്ലാവർക്കും പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും പൂർണ്ണ മുടി വെച്ച് പൂർണ്ണ ഭംഗി പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് തെറ്റല്ലേ? ശരി, ഇനിയൊരു കാര്യം പറയാം. ഈ പറയുന്ന ആണുങ്ങൾ ആവട്ടെ പെണ്ണുങ്ങളാവട്ടെ, ഇത് പറയാൻ ആവശ്യം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് തൊട്ടിട്ട് തന്നെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരുണ്ട്, റൈറ്റ് അല്ലേ? അവർ ഇപ്പുറത്തും ഉണ്ട്, വീട്ടിൽ ഭാര്യയുണ്ട്, വെളിയിൽ വന്നിട്ട് മറ്റെല്ലാ ആണുങ്ങളോട് കളിക്കുന്നുണ്ട്, ഇല്ലേ? അത് എങ്ങനെ വേണമെങ്കിലും വെച്ചോളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പേഴ്സണാലിറ്റി ശരിയാണോ? അപ്പം ഞങ്ങൾ പെണ്ണാവണമെന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഒരു സൈഡിലേക്ക് നിന്നു. ഞങ്ങൾ 2 ബോട്ടിൽ കാല് വെച്ചിട്ട് തിണ്ടാടിക്കൊണ്ട് നിൽക്കുന്നില്ല. ഉണ്ട്, പ്രോസസ്സിൻ്റെ നടുവിൽ നിൽക്കുന്നവർ ചിലവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അവർ പെണ്ണുങ്ങളുടെ രൂപമായിട്ട് മാറാനോ അല്ലെങ്കിൽ ആണിൻ്റെ രൂപത്തിലേക്ക് പ്രയത്നപ്പെട്ട് മാറുന്നുണ്ട്, ഇല്ലേ? പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? സ്വന്തം ഭാര്യനെ പറ്റിക്കുന്നു, എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ആണുങ്ങളുടെ കൂടെ കിടന്നിട്ട് വരുന്നതിലും വെറൈറ്റീസ് പറയണ കേട്ടാൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും. ആണിനെ പോലെ രൂപമൊക്കെ ഉണ്ടാവും, ചെയ്യുന്നത് കുണ്ടൻ്റെ വേലയാണ്. അപ്പോൾ അവരെങ്ങനെ ആണായി? അപ്പോൾ എന്തിനിവരാണെന്ന് പറയണത്? അപ്പോൾ ഞങ്ങൾ മോശക്കാരായോ? ഞാൻ ചോദിക്കട്ടെ, ഈ വാർത്ത പെണ്ണുങ്ങളും ഉണ്ട്. കല്യാണം കഴിച്ച ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടെങ്കിലും അവർക്കും റിലേഷൻ. ഇതൊക്കെ പണ്ട് തൊട്ടിട്ടേ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ എന്തിനാണ് ഈ ബൂസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ബൈജു പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ എത്ര തന്നെ ആയാലും നിങ്ങൾക്ക് പെണ്ണാവാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങൾ ഏത് വിധത്തിൽ ആണാണ്, ഏത് വിധത്തിൽ പെണ്ണാണ്? അവരും ശരിക്കുള്ള സ്ഥാനത്തല്ലല്ലോ പോകുന്നത്. എനിക്ക് നിങ്ങളത് ചെയ്തതിൽ എനിക്കൊരു വിരോധമൊന്നുമില്ല, നിങ്ങൾ ചെയ്തോളൂ, അത് നിങ്ങളുടെ ടേസ്റ്റാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. ചപ്പാത്തിയും കഴിച്ചോളൂ, ചോറും കഴിച്ചോളൂ, അതൊക്കെ അവരവരുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ പോയി പറയുന്നത് തെറ്റാണ്. ഞാൻ എങ്ങനെ പറയാൻ പറ്റും? നീ ഇപ്പം എല്ലാവരും എനിക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ എന്നെ ചീത്ത പറയുന്നത് നീ സ്ട്രെയിറ്റ് ആണ് അതുകൊണ്ട് എനിക്ക് പറയാം, നീ സ്ട്രെയിറ്റ് അല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വാർത്തകൾ എങ്ങനെ നമ്മളത് ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റും? അപ്പോൾ അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? പറയൂ. എനിക്കത് ഭയങ്കര സങ്കടമായി. ഇന്ന് ജാസിനെ കുറിച്ചിട്ട് ഇത്ര കാര്യങ്ങൾ നീ പറയുകയാണെങ്കിൽ അത് ജാസിനെ പറ, ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ അതിൽ നീ പിന്നെ എനിക്ക് ഈ വാർത്തകൾ ഇപ്പം ഞങ്ങളിത് വെച്ചിട്ട് വരുന്നു, എത്രയോ പെണ്ണുങ്ങൾ അത് വെക്കുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും എന്താ പെണ്ണുങ്ങളല്ലേ? അപ്പോൾ പെണ്ണുങ്ങളായവർക്ക് ബ്രസ്റ്റ് ഉണ്ടെങ്കിലും എക്സ്ട്രാ വയ്ക്കാം, അല്ലേ? അത് തെറ്റല്ലേ? കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ പിന്നെ കുട്ടികൾ ഉണ്ടാവണം പറഞ്ഞാൽ ഇല്ലാണ്ടാവണം. അതൊക്കെ അവർക്ക് ദൈവം കൊടുത്ത ഒരു വലിയ പ്രസാദമല്ലേ? അതിനെ എങ്ങനെ ദുഷ്പ്രയോഗം ചെയ്തിട്ട് അവരുടെ പല സിസ്റ്റങ്ങളും മാറുന്നുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളും ആവട്ടെ ആണുങ്ങളും ആവട്ടെ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരാളെ മാറി വന്നതുകൊണ്ട് അവർ പെണ്ണാവാനേ പാടില്ല, അവർ പെണ്ണായിരിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു കാറ്റഗറി ആക്കിയിട്ട് നമ്മൾ എപ്പോഴും അന്തരത്തിൽ ഇങ്ങനെ തൊങ്ങിക്കൊണ്ട് ത്രിശങ്കു പോലെ നിൽക്കണം എന്നുള്ളതിന് അവർക്ക് എന്താണ് അതിലൊരു സന്തോഷം? ഒരുപാട് വേദന ഉണ്ടല്ലേ ബേസിക്കലി ഇതൊക്കെ കാണും. വേദനയെന്നല്ല, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ വിളിച്ച് പറയുന്ന സമയത്ത് ഇതൊന്നും അറിയാത്ത ആൾക്കാരിൻ്റെ ഉള്ളിൽ അവർ വിഷം കയറ്റി വെക്കുന്ന പോലെയാണ്, ഒരു പോയിസൺ ഉണ്ടാക്കണം. എന്നിട്ട് അവർക്ക് നമ്മളെ കാണുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ കാണാൻ അവർക്ക് ഇതൊക്കെയാണ് ഇതുപോലത്തെ പിന്നെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കുന്ന വിഷമാണത്. ആ വിഷമാണ് നമ്മുടെ മേലെ അവർ കാണിക്കുന്നത്, ദ്വേഷം. അല്ലാണ്ട് ഇത് ആരും ഇപ്പം പണ്ടൊന്നും ഞാൻ റോട്ടിൽ നടന്നു പോകുന്ന സമയത്ത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടി പറ്റത്തില്ല. അപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ.
നമ്മളൊരു സാധാരണ പെണ്ണായിട്ടാണ് അവർ ഇത് ഇപ്പോഴും കൂടി ഞാനിതിപ്പോൾ സൂര്യയുടെ വീട്ടിൽ പോയി അവിടെ ഒരു അമ്മച്ചി വന്നു എത്ര മക്കളാണ് എല്ലാവരുടെ പോയാലും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എത്ര മക്കളുണ്ട്, ഹസ്ബൻഡ് എവിടെയാണ്. സൂര്യയുടെ വീട്ടിൽ പോയപ്പോൾ സൂര്യയുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. സൂര്യ പറഞ്ഞു ഇത് എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ കൂടെ പിറന്ന ചേച്ചി എന്നാണ് അവർ വിചാരിച്ചത്. ഫീമെയിൽ ആയിട്ടാണ് അവരെന്നെ ഇത് ഞാൻ പറയുമ്പോഴേക്കും ഇവരെന്ത് പറയും അറിയോ, ഓ അവളുടെ ഒരു അഹങ്കാരം നോക്ക്, കിളവിയുടെ അഹങ്കാരം നോക്ക് എന്ന കിളവി എന്നാണ് ആൾക്കാർ ഉപമിക്കുന്നത്. ബിക്കോസ് എൻ്റെ ഏജ് ഐ ഗ്രേസ്ഫുള്ളി ഏജ്ഡ്. വയസ്സായ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇല്ലേ? ആ വയസ്സിനെ നമ്മൾ അപമാനിക്കണോ? എന്നെ കിഴവി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അത് തെറ്റല്ലേ? എനിക്ക് കിഴവി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടം പറയാനല്ല ഞാൻ പറയണത്. ഒരാളെ നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരാളുടെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ അങ്ങനെ പറയേണ്ടത് ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവും, ആ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് ആ ഡിഫക്റ്റിനെ ഞാൻ പിങ് പോയിന്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇപ്പം നിങ്ങൾ ഒരു കുള്ളമായിട്ടുള്ള ഒരാളാണ്, നിന്നെ കുള്ളൻ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആയിട്ടുള്ളവരെ കാണുമ്പോൾ എല്ലാവരും കണ്ട ദേഷ്യം വരും ഇല്ലേ? ഇത് നമ്മളാണ് ഓരോരുത്തരെയും ആവശ്യമില്ലാണ്ട് നമ്മൾ അവരെ ഇതുപോലെ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്താണ് അവരിത് വെറുക്കുന്നത്. മലയ്ക്ക് പേഴ്സണലി ഒരു കുട്ടിയെ വളർത്തി ഒരു അമ്മയാവണം അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മാറി വരുന്ന സമയത്ത് തന്നെ 40 വയസ്സായി. അത് കഴിഞ്ഞ് നീ ഒരു കുട്ടീനെ എടുത്ത് വളർത്തി അതിനെ കൊണ്ടുവന്ന് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ 40 വയസ്സിന് ശേഷമൊക്കെ ഒരു കുട്ടീനെ വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ അത്ര ഈസിയല്ല. ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതുമല്ല, എനിക്ക് അതിന് ഇത്രമാതിരി ഒരു പാർട്ട്ണർ കൂടെ വേണം ഇല്ലേ? സോ ഇപ്പോഴത്തെ കാലത്ത് സ്വന്തം ആൾക്കാർ എന്നെ പ്രസവിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല, അവർക്ക് കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ അതുമല്ല ആ കുട്ടി തന്നെ ഒന്ന് വിചാരിച്ച് നോക്ക്. എത്രയോ പേരുണ്ട് കേട്ടോ, ഞാൻ എടുത്ത് വളർത്തുന്ന കുട്ടികളെ ആരും ഒന്നും ഞാൻ പറയുന്നില്ല. എടുത്ത് വളർത്തിയാലും ആ കുട്ടികളെ പലവരും നോയിക്കും ഇല്ലേ? ഇപ്പോൾ നിങ്ങളിന്ന് എടുത്തു നോക്കിയാലും എത്ര തന്നെ ആയാലും ഫ്യൂച്ചറിൽ ഇപ്പോൾ ട്രാൻസ്മെനും ട്രാൻസ് വുമണിനും ചേർന്നിട്ട് ഒരു കുട്ടി ജനിച്ചു, അത് ഈ സമയത്തൊന്നും എല്ലാവരും അത് കുട്ടിക്കാലത്തൊക്കെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ വരും. പക്ഷേ ഏതെങ്കിലും ഒരു ഇതിൽ വന്നിട്ട് കുട്ടികളാവട്ടെ മറ്റുള്ള ആരെങ്കിലും ഒരാൾ ആ കുട്ടീനോട് ഹേർട്ട് ചെയ്യാൻ സംസാരിക്കാൻ അവർക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് പലതും പറയും. അപ്പോൾ ആ ഒരു വേദന വരാൻ തുടങ്ങും. ആ കുട്ടിക്ക് വേദന വരും. നമ്മുടെ പാരൻസ് ഒരു നോർമൽ പാരൻസ് ആയിരുന്നില്ലല്ലോ അല്ലേ? അപ്പം നിൻ്റെ അത് വേണം പറഞ്ഞ് നമ്മളെ സത്യം പറഞ്ഞാൽ ആ കുട്ടിക്കും കൂടി അങ്ങനെ തോന്നില്ല. കുട്ടിക്ക് എത്ര എഗൻസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ട്രാൻസ് ഞാൻ പറയുന്നില്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് പോകുന്ന സമയത്ത് അവിടെ നോർമലായിട്ടുള്ള ഒരാണ് കല്യാണം കഴിച്ചിട്ട് പോയാൽ ഉടനെ അവരുടെ ഫാമിലി വന്ന് നിനക്കെന്താടാ, നിനക്ക് ആണത്തൊന്നും ഇല്ലടാ, നിനക്കെന്താ ഒരു ഇതുപോലത്തെ ഒരു നിന്നെ കിട്ടിയില്ലോ, പെണ്ണൊന്നും ഇല്ലാണ്ടാണ് നിനക്ക് പോയിട്ട് ഇതുപോലെ ഒരാളുടെ കൂടെ നീ ജീവിക്കുന്നത്, നാണമില്ലടാ നിനക്ക്. ഇങ്ങനെ ഓരോരുത്തരും പിന്നാലെ നിന്ന് അവരെ കുത്തി 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 കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ നമ്മളോട് ഒരു വെറുപ്പ് വരാൻ തുടങ്ങും. അപ്പോൾ സ്വന്തം ഒരു ലൈഫിലെടുത്ത് നോക്കൂ, വീട്ടിൽ വരുന്ന അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും വരുന്ന കുറേ ശണ്ടകളും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയത് വരുന്നത്? ഒരാളെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാതിൽ തലയണ മന്ത്രം എന്നൊക്കെ നമ്മൾ പറയില്ല, ഇതുപോലെയൊക്കെ പലതും ചെയ്യുമ്പോഴാണ് അവർക്ക് സ്വന്തം അമ്മേനെ കുറിച്ചിട്ട് തന്നെ വെറുപ്പ് വരുന്നുണ്ട്. സ്വന്തം അമ്മേനെ എടുത്ത് അടിക്കുന്നതും ഇങ്ങനത്തെ എന്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ല? ഇതൊക്കെ എങ്ങനെ വരുന്നത്? പാല് കൊടുത്ത് വളർത്തിയ ഒരു അമ്മേനെ അടിക്കാൻ എങ്ങനെ തോന്നും മക്കൾക്ക്? പുറത്തുനിന്ന് വന്ന ഒരു ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പെറ്റ അമ്മ തന്നെ സ്വന്തം മകനോട് തൻ്റെ മരുമകളെ കുറിച്ചിട്ടുള്ള ഇത് പറഞ്ഞ് അതും ചെയ്യുന്നത് എല്ലാം തെറ്റ് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ്? കുറച്ചായിട്ട് സ്ലോ പോയ്സൺ, ഇതൊക്കെയാണ് വഴി. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ സ്ലോ പോയ്സൺസുകൾ ഇട്ടിട്ടിട്ടിട്ടിട്ടാണ് അതിന് പിന്നെ താണ്ഡവം കളിക്കാനും ലാസ്യം കളിക്കാനും വേഷം കെട്ടാനും തെയ്യം എല്ലാം ചേർന്നിട്ട് ചിലവർ വരും. പിക്ചറിൽ കുറേ ഫോളോവേഴ്സും വെച്ച് കുറേ മീഡിയക്കാരിൻ്റെ ഹെൽപ്പും ഒക്കെ എടുത്തിട്ട് അവർ കിടന്ന് താണ്ഡവം കളിക്കും. ഇപ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, എൻ്റെ ഇത്ര വലിയ ഡാൻസറാണ്, ഇത്ര വലിയ നാട്ടിലൊക്കെ ചുറ്റിയൊക്കെ മാലിക അമ്മയ്ക്ക് നാണോ ഇല്ലേ ഇങ്ങനെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയെന്ന് എന്നോട് പറയുന്ന ആൾക്കാർ.
എൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ നിന്നും പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് എന്നെ നോയിപ്പിക്കുകയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ എത്രയോ പേർക്ക് മരുന്നായിട്ട് പോയിട്ടുണ്ട്. എത്രയോ പേര് എൻ്റെ അടുത്ത് പറയുന്ന, മാലിക പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നടക്കാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? പക്ഷെ ഇതിനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊക്കെ തെറ്റുകാരാവും. അത് പ്രോമിനൻറ്റ് ചെയ്യാൻ പാടില്ല. ഇരുട്ടത്ത് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, വെളിച്ചത്ത് മാത്രം അതിനെ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ നമ്മൾ തെറ്റുകാരാവും. അപ്പം അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെല്ലാവരും അവെയർ ചെയ്യിപ്പിച്ചിരുന്ന, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട അത്ര ആൾക്കാരും അപ്പോൾ തെറ്റല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ചിട്ട് എടുത്ത് പറയണം. ഇപ്പോഴും ഈ പരസ്യമായിട്ട് കമ്മ്യൂണിറ്റി അംഗീകരിക്കാതെ രഹസ്യമായിട്ട് ആ കമ്മ്യൂണിറ്റിയെ മറ്റ് ചില ഇൻട്രസ്റ്റുകളോടുകൂടി സമീപിക്കുന്ന പുരുഷന്മാരുണ്ടോ? ഇത് ഞാനൊരു കാര്യം പറയാം. സെക്സ് എന്ന് പറയണത് അവിടെ വന്നിട്ട് ഒരു ആവശ്യമാണ്. ഓക്കെ, ആ ഒരാണായ അയാളുടെ ലിമിറ്റേഷൻ എത്രയുണ്ട് അത്രയേ ഉള്ളൂ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അവർ അത് ഡെലിബറേറ്റ് ആയിട്ട് പോയി ചെയ്യുന്ന പോലെ ഒരാണിൻ്റെ അടുത്ത് പോയിട്ട് നീ വാ എന്ന് അങ്ങനെ ആരും വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. ആണുങ്ങളുടെ ഏർജ് വേറെയാണ് അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് എല്ലാവരും അവർക്ക് ആ നിമിഷത്തിൽ എന്തെങ്കിലും ഒന്ന് നടന്നു പോകണം. ഞാനും ആ ജീവിതത്തിൽ നിന്ന് വന്നവരൊക്കെ തന്നെ. അപ്പോൾ അതിൻ്റെ സ്വാരസ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത് അല്ലേ? ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ബെറ്റസ്റ്റ് അത് ഞങ്ങൾക്കൊക്കെ 2 ജീവിതവും ഞങ്ങൾ ഒരു ജന്മത്തിൽ ജീവിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് മോർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. വി ആർ ബാലൻസ്ഡ്. ഇത് ഒരു സൈഡ് മാത്രം നിൽക്കുന്ന സമയത്ത് മറ്റേ സൈഡ് എന്താണെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ അറിയുന്നില്ല. ഇന്ന് ഞാൻ അവിടെ ജീവിച്ചതുകൊണ്ട് അതിൻ്റെ വാല്യൂ എനിക്കറിയും. ഇപ്പുറത്ത് ഞാൻ അപ്പോൾ ചോദിക്കുമ്പോൾ വാല്യൂ അറിഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കും. അല്ല, അത് എൻ്റെ സന്തോഷമാണ്. ഉപേക്ഷിച്ചത് വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉപേക്ഷിച്ചതല്ല. അത് വന്നിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ പെണ്ണെന്ന് പറഞ്ഞാൽ അത് വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആണെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പെണ്ണിൻ്റെ രൂപത്തിൽ നിന്നിട്ട് ഞാൻ ആണാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിങ്ങളെ? നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സന്തോഷം വരുമോ? അപ്പോൾ മാം പറഞ്ഞു വരുന്നത് ഒരു ട്രാൻസ്ജെൻഡറിന് ഒരു ആണിൻ്റെ ആവശ്യം കുറച്ചുകൂടി അധികം മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയാണോ? ഓഫ് കോഴ്സ്. ഓക്കെ. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അതിൻ്റെ കോൺസിക്വൻസും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയും. പിന്നെ ഒരു സ്റ്റിഗ്മയായിപ്പോയി. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സിനടുത്ത് പോയാൽ നമുക്ക് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും, ഇങ്ങനത്തെ കിട്ടും. അത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രമല്ല അത് കിട്ടുന്നത് നോർമൽ ആണുങ്ങളുടെ അടുത്തു നിന്നും കിട്ടുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഞങ്ങൾ മാറിയത് കൊണ്ട് പക്ഷെ ഞങ്ങൾ മാറിയത് ഒരു പെണ്ണായിട്ട് ജീവിക്കാനാണ് ഞങ്ങൾ മാറുന്നത്. എന്താ പറയുക, എൻ്റെ കൂടെ നടക്കുന്ന, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 ആണും കൈ പിടിച്ച് നടന്നു പോകുമ്പോൾ നമ്മൾ സമൂഹത്തിനുള്ളിൽ അത് ഭയങ്കരമായിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും പറയും അല്ലേ? ഇതേ വന്നിട്ട് ഒരു ആണ് പെണ്ണായിട്ട് പോകുന്ന സമയത്ത്, ഒരാണും ഒരു പെണ്ണും കൂടി പോകുന്ന സമയത്ത്, മോസ്റ്റ്ലി നോക്കുന്ന സമയത്ത് ഒരാണും പെണ്ണും പോകുന്നതിൻ്റെ കൂടെ വരുന്ന ആണിന് അതൊരു കോൺഫിഡൻറ്റ് വരും. എൻ്റെ കൂടെ വരുന്നത് ഒരു പെണ്ണാണ് അല്ലേ? അവരെന്താണെന്നുള്ളത് ഇവർക്ക് അറിയുമായിരിക്കും. പക്ഷേ ലോകത്തിൽ അറിയുന്ന നിർബന്ധമില്ല. ഇന്ന് ഞാൻ 15 വർഷം ലീവിങ് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇന്ന് വരെയും ഞാൻ എന്താണെന്ന് അറിയില്ല. എന്നോട് ചോദിച്ചിട്ടുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ആവശ്യമില്ല. അതാണ് നമ്മൾ ചെയ്ത നല്ല കാര്യം. പക്ഷെ അവർ തൊട്ട വീട്, ഇപ്പുറത്തെ വീട്, അവർ സ്വന്തക്കാർ എല്ലാവരും എവിടേക്കും ഞാൻ പോയിട്ടുണ്ട്. ആർക്കും എന്നെ അറിയില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ കൂട്ടിയിട്ട് പോയ എൻ്റെ ആൾ അങ്ങനെ ഒരു സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ. ഇല്ലല്ലോ. എനിക്ക് അതിലൊരു ചെറിയ ആഡ് ഓൺ, ഇന്ററപ്റ്റ് ചെയ്യല്ല, ശരിക്കും നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു? ഓപ്പോസിറ്റ് അട്രാക്ട്സ് അല്ലേ? ഓഫ് കോഴ്സ്. എന്നെ കണ്ടിട്ട് എന്തുകൊണ്ട് അട്രാക്റ്റ് ആവാൻ പാടില്ല? ഒരു ആണിന് അട്രാക്റ്റ് ആവുന്ന എല്ലാ കാര്യങ്ങളും എനിക്കുണ്ട്. ആ ലെവലിലേക്ക് ആയിട്ട് ഞാൻ ഒരു ആണിനെ ഞാൻ ജീവിതത്തിൽ എടുത്തിട്ടുള്ളൂ. അതുവരെയും ഞാൻ ആരുടെ അടുത്തും റിലേഷൻഷിപ്പ് വെച്ചിട്ടില്ല. പൂർണ്ണമായിട്ട് ഒരു പെണ്ണെന്നുള്ള എല്ലാ അവയവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ കൂടെ ഇരുത്താനോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ സ്പേസിലേക്ക് കൊണ്ടുപോകാൻ അപ്പോഴേ നമുക്ക് അതിനുള്ള മനസ്സ് വരുള്ളൂ.
മറ്റത് വന്നിട്ട് അവരിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ പറയും ഓ ഇപ്പോൾ സ്ട്രീറ്റിൽ നിന്ന്, അത് അവർ ചെയ്യുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാനാണ്. പൈസ എന്തിനാണ് ഉണ്ടാക്കുന്നത്? അവർക്ക് ഓപ്പറേഷൻ കഴിക്കണം, അവരെ വിശപ്പ് അടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ആ പ്രോസസ്സ് കടന്നു വരുന്നവരെയും അവരത് സഹിച്ചേ ഇരിക്കുള്ളൂ. അതിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ട് ചെയ്യണമെന്നില്ല. കരഞ്ഞ് ചെയ്യുന്നവർ എത്രയോ പേരുണ്ട്. ഗതികേട് കൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലാക്കി അല്ലേ? അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല എന്തൊരു ഫ്ലോയിലും വരുന്നത്. മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറയുന്നതിന് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും നോക്കി നമ്മളെ ഒന്ന് നോക്കിയിട്ട് എന്നിട്ട് മറ്റുള്ളവരെ പറയുക. നമ്മൾ പെർഫെക്റ്റ് ആണോ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവരുടെ കാര്യത്തിൽ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് സമൂഹത്തിലേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇപ്പോൾ സീമ ബെനീതൊക്കെ നോക്കൂ, കല്യാണം കഴിച്ചിട്ടുണ്ട്, അവരാരും ട്രോൾ ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ജാസീനെയും ഇവരെയും പറയുന്നത്? എന്താണ് അവരത് കറക്റ്റായിട്ടുള്ള പ്രോസസ്സല്ല എടുത്തിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളാണ് അവരുടെ വായിൽ 2 അവിലിട്ടിട്ട് ചവച്ചോളൂ എന്ന് നമ്മളാണ് ഇട്ട് കൊടുക്കുന്നത്. അടി കൊടുത്ത് വടി വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതിൻ്റെ കാരണക്കാരും കാരണകർത്താവും നമ്മുടെ നാശങ്ങളും ഒക്കെ നമ്മൾ തന്നെയാണ്. താങ്ക്സ് എ ലോട്ട് മല്ലിക മാം, ഇത്രയും നേരം സംസാരിച്ചതിന്. കുറേ അറിയാത്ത കാര്യങ്ങൾ വളരെ എന്താ പറയുക, ഒരു ഒളിയും മറയും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ധൈര്യമാണ്. ധൈര്യം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു.